പലപ്പോഴും നമുക്ക് ഈ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. സ്വന്തം ഭർത്താവിൻ്റെ സ്മെല്ല് തന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. എത്രയോ ലേഡീസ് ഉണ്ട്. അതായത് ആ പ്രഗ്നൻസി പീരീഡിൽ, അമ്മയുടെ ആ പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ട്രോമാസ്, അത് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി അമ്മയ്ക്ക് ഉണ്ടാകുന്ന ട്രോമാസ് എന്തൊക്കെയാണോ. ഇന്നത്തെ കുട്ടികൾ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളുകളാണ്. ആരെയും പേടിക്കണ്ട, ഇപ്പോൾ അച്ഛനെ പേടിക്കണ്ട, അമ്മയെ പേടിക്കണ്ട, അങ്ങനെ പേടിയില്ലാതെ ഫ്രീഡമായിട്ട് വളർന്നു വരുന്നൊരു തലമുറയാണ്. ഇത്രയും ഫ്രീഡം ഉള്ളപ്പോഴും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. കുട്ടികളെന്ന് പറഞ്ഞ ഒരു സ്പോഞ്ച് പോലെയാണ്, എല്ലാം വലിച്ചിങ്ങെടുക്കും. അതിനെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നു, അതിനെ എന്തൊക്കെ മോശം കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളല്ലേ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇവരെന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഇതെല്ലാം ഇവർ അബ്സോർബ് ചെയ്യും. ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കും. വീട്ടുകാരും നാട്ടുകാരും ആ പ്രദേശം മൊത്തം വന്ന് നമ്മളെ സഹായിക്കാനുണ്ടാവും. ഇത് പക്ഷേ ആ പ്രഗ്നൻസി പീരീഡിലേ ഉണ്ടാവുള്ളൂ. ഡെലിവറിങ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഫോക്കസ് കിട്ടിയിട്ട് ഈ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഒരു അമ്മ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഭയങ്കര ഫ്രസ്ട്രേഷൻ നമുക്ക് തോന്നും. ചെറിയൊരു കാര്യം വരുമ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോകുന്നു, വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോകുന്നു, നേരിടാനുള്ള ധൈര്യം കുറഞ്ഞു വരുന്നു. അതെന്തുകൊണ്ടാണ് മാം? ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും മാനസിക സംഘർഷം അനുഭവിക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും, എല്ലാ സുഖസൗകര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതലും മാനസിക സംഘർഷം അനുഭവിക്കുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികളാണ്. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അത് മാറ്റാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ റേക്ക് പോലുള്ള ഹീലിംഗ് മെത്തേഡ്സ് വഴി എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുന്നത്? ആക്ച്വലി കുട്ടികൾക്ക് ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഞാൻ അവരെക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അവരുടെ പാരൻസിനാണ്. കാരണം ഇവരാണല്ലോ അവരുടെ തുടക്കം. കുട്ടികളെന്ന് പറഞ്ഞ ഒരു സ്പോഞ്ച് പോലെയാണ്, എല്ലാം വലിച്ചിങ്ങെടുക്കും. ഇപ്പോൾ ഒരു കുഞ്ഞു വാവ, അതിനൊന്നും അറിയില്ല. നമ്മളാണ് അതിനെ വളർത്തി വലുതാക്കി അതിനെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നു, അതിനെ എന്തൊക്കെ മോശം കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളല്ലേ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. മോനെ അച്ഛൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നാൽ ആദ്യം അമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് അവളോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, വാവേ അങ്ങനെ പറയാവേ എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് അതിനെ കള്ളം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കുട്ടികളെന്ന് പറയുന്ന ഒരു സ്പോഞ്ചാണ്, അവരെല്ലാം അബ്സോർബ് ചെയ്യും. അത് ബർത്തിന് ശേഷമുള്ള കാര്യം. അപ്പോൾ ഇവരെന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഇതെല്ലാം ഇവർ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ പാരൻസ് തമ്മിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളം ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് പിന്നെ പറയണ്ടല്ലോ. അത് കേട്ട് വളർന്നതായിരിക്കും, അതിൻ്റെ സംസാര രീതി അങ്ങനത്തതായിരിക്കും. മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി പോലും മോശമായിട്ടായിരിക്കും കുട്ടികൾ ചെയ്യുക. പക്ഷേ ഇത് നമുക്ക് അച്ഛനെയും അമ്മനെയും കൗൺസിലിംഗ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാനും കുട്ടികൾക്ക് നമുക്ക് ഹീൽ ചെയ്തിട്ടൊക്കെ മാറ്റാനും പറ്റും. പക്ഷേ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഈ കുഞ്ഞ് വയറ്റിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ആ പ്രഗ്നൻസി പീരീഡിൽ, അമ്മയുടെ ആ പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ട്രോമാസ്, അത് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി അമ്മയ്ക്ക് ഉണ്ടാകുന്ന ട്രോമാസ് എന്തൊക്കെയാണോ അത് മുഴുവൻ ഈ കുഞ്ഞ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ്, അപ്പോൾ നമ്മൾ തന്നെ നേരത്തെ സംസാരിക്കുന്ന വീട്ടിൽ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളുകളാണ്. ആരെയും പേടിക്കണ്ട, ഇപ്പോൾ അച്ഛനെ പേടിക്കണ്ട, അമ്മയെ പേടിക്കണ്ട, അങ്ങനെ പേടിയില്ലാതെ ഫ്രീഡമായിട്ട് വളർന്നു വരുന്നൊരു തലമുറയാണ്. ഇത്രയും ഫ്രീഡം ഉള്ളപ്പോഴും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അതിനാണ് ഞാനിപ്പോൾ പറഞ്ഞ റീസൺ. അതായത് ഇത് ജനിച്ചതിന് ശേഷമാണ്, ജനിക്കുന്നതിന് മുന്നേ ഇത് വയറ്റിട്ടുള്ളിലല്ലേ. അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. കുട്ടിക്ക് ചിലപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. അമ്മ ചിലപ്പം ഭയങ്കരമായിട്ട് മദറിലോൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നം അനുഭവിക്കുന്ന ഒരു ലേഡി ആവാം, സ്വന്തം വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തൊരു ലേഡി ആവാം, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ലാത്ത ഒരാളാവാം. ആ സമയത്ത് ഇപ്പം പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് 2 കുട്ടികളുണ്ട്. 2 പ്രഗ്നൻസി പീരീഡും 2 തരത്തിലായിരുന്നു. ഒരിക്കലും എല്ലാം ഒരുപോലെ ആവില്ല. ഇപ്പം പണ്ടത്തെ കാലത്ത് 10 മക്കൾ 12 മക്കൾ, 12 പ്രസവവും 12 രീതിയിലാണ്. 12 കുട്ടികളുടെ ക്യാരക്ടറും ഡിഫറെൻ്റാണ്. അതേപോലെ തന്നെ നമ്മളിപ്പം പലരും ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കും. വീട്ടുകാരും നാട്ടുകാരും ആ പ്രദേശം മൊത്തം വന്ന് നമ്മളെ സഹായിക്കാനുണ്ടാവും. ഇത് പക്ഷേ ആ പ്രഗ്നൻസി പീരീഡിലേ ഉണ്ടാവുള്ളൂ. ഡെലിവറിങ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഫോക്കസ് കിട്ടിയിട്ട് അവിടെ നിന്ന് തന്നെ ഇവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ആ ലേഡീനെ സംബന്ധിച്ചിട്ട് അതും കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും. കുഞ്ഞിനെ കൃത്യമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ ഇവരെല്ലാവരും എന്നോടടക്കം പറഞ്ഞ കാര്യമാണ്, നിനക്കെല്ലാം അറിയില്ലോ, നീ ആദ്യത്തെ അല്ലല്ലോ, രണ്ടാമത്തല്ലേ, നിനക്ക് കാര്യങ്ങൾ അറിയില്ലേ എന്ന് പറയും. പക്ഷെ മനസ്സിലാക്കണം, ആ സമയത്ത് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്, മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. ഈ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് ഒരു അമ്മ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഭയങ്കര ഫ്രസ്ട്രേഷൻ നമുക്ക് തോന്നും. പലപ്പോഴും നമുക്ക് ഈ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും.
സ്വന്തം ഭർത്താവിൻ്റെ സ്മെല്ല് തന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. എത്രയോ ലേഡീസ് ഉണ്ട്. അതുപോലെ ആ പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഡയബറ്റിക് ഇഷ്യൂ വരുന്ന ആൾക്കാരുണ്ട്, പ്രഷർ വരുന്ന ആൾക്കാരുണ്ട്, ഈ കാലിലും കൈകളിലും ഭയങ്കരമായിട്ട് സ്വെല്ലിങ്, അതായത് നീര് വയ്ക്കുക, പിന്നെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഭയങ്കര വ്യത്യാസങ്ങൾ, നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ക്രേവിങ്സ് എല്ലാം ഫുൾ ഉൾട്ടയായിട്ട് ചിലപ്പോൾ പുളിപ്പുള്ളതിനോട് ഭയങ്കര അട്രാക്ഷൻ തോന്നും. അത് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതിന് സ്മെല്ലപ്പോൾ പിടിക്കില്ല. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പാർട്ട്ണർ അല്ല എങ്കിൽ ആ സമയത്ത് അവർ സങ്കടത്തിലായിരിക്കും ഉണ്ടാവുക, അവർക്ക് വിഷമം ഉണ്ടാവും. കാരണം ഇയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നമ്മളും ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല, അറിയാണ്ട് നമുക്ക് വന്നു പോകുന്നതാണ് ഈ ക്രേവിങ്സ് ആണെങ്കിൽ. പക്ഷെ നമ്മള് വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളുണ്ട്, നിസ്സാര കാര്യങ്ങൾ. അതേപോലെ തന്നെ ആ സമയത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനാണ് നമ്മൾ അധികം ലേഡീസും വർക്കിംഗ് ആണല്ലോ. അപ്പം ചിലപ്പം ലീവ് കിട്ടില്ല, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുന്നുണ്ടാവില്ല, വർക്ക് പ്രഷർ ഉണ്ടാവും. പ്രഗ്നന്റ് ആണെന്ന് വെച്ചിട്ട് ഇവർക്ക് ആരും ഇളവൊന്നും കൊടുക്കത്തൊന്നുമില്ല. അപ്പൊ ആ വർക്ക് പ്രഷർ ഉണ്ടാവും, വീട്ടിലെ കാര്യം നോക്കണം. ആ സമയത്തേക്ക് വീട്ടിൽ നിന്ന് മദറിലോന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹസ്ബൻഡിന്റെ ഭാഗത്തുണ്ടാകുന്ന സപ്പോർട്ടില്ലായ്മ, ഇതെല്ലാം നമ്മളിങ്ങനെ ആക്രമിക്കുന്ന പോലെയാണ് നമുക്ക് ആ സമയത്ത് തോന്നാം. പിന്നെ വെച്ചാൽ ഇപ്പൊ നമ്മള് ഫിസിക്കലി ഓക്കെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. ആലോചിച്ചോ, ഒരു ചെറിയ തലവേദന വരുമ്പോൾ തന്നെ രാഹുൽ കംഫർട്ട് ആവില്ല അല്ലെ? അപ്പൊ 10 മാസം തലവേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, കാലുകളിൽ കഴപ്പുണ്ടാവും, പോരാത്തതിന് ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഷറിന്റെ പ്രശ്നം, കൊളസ്ട്രോള്, പിന്നെ നമുക്ക് എപ്പോഴും വയറ്റിൽ ഭയങ്കര കുഞ്ഞിലെ വയറ്റിൽ കിടക്കണേ, അതിൻ്റെതായ ഹെവിനെസ് ഉണ്ടാവും, ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവും, കാരണം പാല് നിറയുന്നതായിട്ട് ഇങ്ങനെ ഒരു ഫുൾ ബോഡിയിൽ ഒരു യുദ്ധം നടക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ എന്തുമാത്രം ഫ്രസ്ട്രേറ്റഡ്. ആ സമയത്ത് ഒരു പെണ്ണിന് വേണ്ടത് സ്നേഹവും കരുതലും ഭർത്താവിന്റെ സാമീപ്യവും നല്ല സന്തോഷവും ഒക്കെയാണ് കൊടുക്കേണ്ടത്. ഇതൊന്നും ആർക്കും ഇവിടെ മെജോറിറ്റി ആളുകൾക്കും കിട്ടുന്നില്ല. ഉണ്ടേ, ഇല്ല എന്നല്ല പറയുന്നത്, ജനറലൈസ് ചെയ്യില്ല, മെജോറിറ്റി ആളുകൾക്കും കിട്ടുന്നില്ല. ആ സമയത്ത് ഇവര് ഏതൊരമ്മയും, അത് മനുഷ്യര് മാത്രമല്ല, പട്ടിയാനും പൂച്ചയുമില്ല, അതിന്റെ കുഞ്ഞിന് പ്രയോറിറ്റി കൊടുക്കും. ഇല്ലേ? ഇപ്പം ഒരു പട്ടിയൊക്കെ പ്രസവിച്ച പറയുന്നത് അടുത്ത് പോയി പ്രസവിച്ച പട്ടിയാന്ന് പറയും. കാരണം അതിന് കുഞ്ഞിനെ അത്രയും സംരക്ഷണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും. ആ സമയത്ത് നമുക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ കുഞ്ഞിനെ വിചാരിച്ചത് ഇങ്ങനെ ഉള്ളിൽ അടുക്കി പിടിക്കും. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇത് ഉള്ളിലിരിക്കുന്ന ആള് സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത്. പല അമ്മമാർക്കും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു ആ സമയത്ത്. ഞാനും ആ സമയത്ത് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇതേപോലെ കുട്ടി അബ്സോർവ് ചെയ്യും. നമുക്ക് ആ സമയത്ത് വാശി, ദേഷ്യം, ഒച്ചത്തിൽ സംസാരിക്കും, ഇതൊക്കെ നമുക്കിങ്ങനെ വന്നിങ്ങനെ മുട്ടി നിൽക്കുകയായിരിക്കും. എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറാൻ നോക്കാൻ നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പറയും കുട്ടികളോടൊന്നും അറിയണ്ട എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കംപ്ലീറ്റ് ഫ്രസ്ട്രേഷൻ സ്വീകരിച്ചിട്ടുണ്ടാവും. ഈ കുഞ്ഞ് പുറത്ത് തന്നെ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ല. ഈ കുട്ടി, അത്തരം കുട്ടികളാണ് ഹൈപ്പർ എന്ന് പറയുന്നില്ലേ നമ്മള്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള കുട്ടികൾ വരുന്നത് ഇത്തരം പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളിപ്പം രാഹുൽ പറഞ്ഞതുപോലെ അച്ഛന് നല്ല ബിസിനസ്സാണ്, ഒരുപാട് ടോയ്സ് കൊണ്ടു കൊടുക്കുന്നുണ്ട്, അവര് ട്രിപ്പ് പോകുന്നുണ്ട്, അവര് ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നുണ്ട്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇവന്റെ ഉള്ളിൽ കിട്ടിയ ആ ഒരു ട്രോമ ഇതെടുത്ത് കളയാത്തിടത്തോളം കാലം ഈ കുട്ടി നാളെ ഇവർക്കൊരു തലവേദനയാവും. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അമ്മമാരാണെങ്കിൽ പോലും ഇതിലും വലിയ ട്രോമകളും അനുഭവിച്ചു വന്ന ആളുകളല്ലേ. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഡിപ്രഷനുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നിരിക്കെ പോലും എന്തെങ്കിലും ഇപ്പോൾ ചെറിയൊരു കാര്യം വരുമ്പോൾ എക്സാമിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോകുന്നു, വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോകുന്നു, നേരിടാനുള്ള ധൈര്യം കുറഞ്ഞു വരുന്നു. അതെന്തുകൊണ്ടാണ്? ധൈര്യം കുറവാന്ന് വെച്ചാൽ അവര് കുട്ടിക്കാലം തൊട്ട് ശീലിച്ചു വരുന്ന കാര്യം എല്ലാത്തിനും സപ്പോർട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്തുണ്ടായ അതല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഞാനൊക്കെ ഫുൾ ടൈം മണ്ണ് തന്നെയായിരുന്നു. അതായത് നമ്മള് മണ്ണിൽ കളിച്ച്, ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച്, പുറത്തു പോയി മരത്തിന് മുകളിൽ കയറി, അങ്ങനെ എല്ലാ കളിയും കളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് നാച്ചുറായിട്ട് ഇടപഴകിയിട്ടും മണ്ണുമായിട്ട് ഇടപഴകിയിട്ടും അടുത്ത വീട്ടിലെ ആളുകളുമായിട്ടും കുട്ടികളായിട്ടും ഒക്കെ നമുക്കൊരു സമ്പർക്കവും ആ ഒരു എനർജി വൈബേ ഡിഫറെന്റാ. പക്ഷെ ഇന്നത്തെ കുട്ടികളോ അവര് കൂടുതലും മൊബൈലിൽ ഫോക്കസ്ഡ് ആണ്. പിന്നെ ഒന്നുകിൽ ലാപ്പിൽ ഗെയിം ആണായിരിക്കും, അല്ലെങ്കിൽ ഐപാഡിൽ ഗെയിം ആണായിരിക്കും, ഈവൻ വീഡിയോ ഗെയിം. ഇതിനെ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. നമ്മൾ അറിയുന്നില്ല ഇവരുടെ ബ്രെയിനിന്റെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റീൽസ് കാണുമ്പോൾ നമുക്കൊരു
ഇത് വരുന്നില്ലേ, ഇത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇത്രയും പ്രായമായിട്ടുള്ള നമുക്ക് വരും. നമ്മളൊന്ന് കണ്ട അതും കൂടെ അടുത്തും കൂടി കാണാം, അടുത്തും കൂടി. ഇതേ മെന്റാലിറ്റി അവരുടെ ഉള്ളിൽ വരും. നമ്മുടെ ബ്രെയിനിന്റെ അത്രയും വളർച്ച അവരുടെ ബ്രെയിനിലില്ല. അവര് ഒരു 12 വയസ്സ് വരെ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന കാലഘട്ടമാണ്. അതിനുശേഷമാണ് ടീനേജ് എന്ന് വരുന്നത്, 12 വയസ്സിന് ശേഷം. ഈ 12 വയസ്സ് വരെ ഈ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഗെയിമിന്റെ പിന്നാലെ പോകുന്നു, കാർട്ടൂൺ കാണുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിന് പുറത്തുള്ള ഒന്നിനെ പറ്റിയിട്ടും ചിന്തയില്ല, മറ്റൊന്നിനെ പറ്റിയിട്ടും അറിയില്ല. ഫുൾ ടൈം വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊബൈലിൽ റീൽസ് കണക്കെ ചെയ്യുന്നു. അവന്റെ ബ്രെയിനിൽ ഒരു നിശ്ചിത ലിമിറ്റ് ഉണ്ടാവും. അതായത് ഒരു കാര്യത്തിനെയും ഒരു റെസ്പോൺസിബിലിറ്റിയെയും ഏറ്റെടുക്കാനുള്ള പവർ അവന്റെ ഉള്ളിലില്ല. കാരണം നാച്ചുറായിട്ട് ഇടപഴകുന്നില്ല, മറ്റ് എനർജികളില്ല. ഇത് ഫുൾ ടൈം ഫോണിൽ തന്നെയാണ്. അതാണ് ഒന്നാമത്തെ റീസൺ. 2, ഈ 12 വയസ്സുള്ള കുട്ടി അവന്റെ ബ്രെയിനിന് കൊടുക്കുന്ന എന്താണ്? അവൻ കാണുന്നത്, കേൾക്കുന്നത്, സ്പർശിക്കുന്നത്, രുചിക്കുന്നത്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് കിട്ടുന്നത്. ഈ 12 വർഷം നമ്മുടെ ബ്രെയിനിന് കിട്ടിയത് ഇതാണ്. ഇനി അങ്ങോട്ട് അവൻ അത് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ടീനേജ് എന്ന് പറയുന്നത് അത്രയും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയമാണ്, അറിയാലോ. ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഇവർക്ക് ഇതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പെട്ടെന്ന് ഹോർമോൺസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊന്നും ഇവരുടെ ബ്രെയിനിന് താങ്ങാൻ പോലും പറ്റില്ല. ഇവരുടെ ബ്രെയിൻ അത്ര കപ്പാസിറ്റി ഉള്ളൂ. കപ്പാസിറ്റി മൊത്തം കുറച്ചേക്കുക. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം വരുമ്പോൾ പോലും അത് അവർക്ക് പറ്റത്തില്ല. അത് ഓവർകം ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് എന്നാ പിന്നെ തീർച്ചയാക്കാം. അവിടെ നമുക്ക് എങ്ങനെയാണ് റേക്ക് ഉപയോഗപ്രദമാക്കാൻ കഴിയുന്നത്? ഇപ്പം ആങ്സൈറ്റി, ഡിപ്രഷൻ ഉള്ള ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് റേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്? ഇവരുടെ ചക്രാസിൽ എനർജി കൊടുത്തിട്ട്, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്, ഡിപ്രഷൻ എന്ന് പറയുന്നത് പാസ്റ്റിനെ പറ്റിയിട്ടുള്ള ടെൻഷനാണ്, ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ളതാണ്. സോ ഇത് നമ്മുടെ റൂട്ട് ചക്രയായിട്ട് റിലേറ്റഡ് ആണ്, മൂലാധാര ചക്ര. സോ അവിടെ എനർജി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും കുട്ടികളെ ചെയ്യുന്ന സമയത്ത് ഹിസ്റ്ററി ചോദിക്കും. അതായത് ഈ പറഞ്ഞ പോലെ ഈ പ്രഗ്നൻസി പീരീഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പാസ്റ്റ് ഹീലിംഗ് ചെയ്യേണ്ടി വരും. അതായത് കഴിഞ്ഞ കാലത്തിലേക്ക് എനർജി കൊടുത്തിട്ട് അവിടെ നിന്നൊക്കെ ഇവരെ ക്ലിയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താലും ഇത് വളരെ പെട്ടെന്ന് ഹീലായിട്ട് ടൈം എടുക്കും. കുറച്ച് എങ്ങനെയായാലും ഒരു 14 to 21 days ഒക്കെ നമുക്ക് ഹീൽ ചെയ്യേണ്ടി വരും. ഈ 21 days കൊണ്ട് ഇവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കാൻ കഴിയുമോ? ആങ്സൈറ്റി, ഡിപ്രഷൻ, അവരുടെ ആ ഒരു മൂകത മുഴുവൻ മാറ്റി കൊടുക്കാൻ, പുതിയൊരു മനുഷ്യനാക്കാൻ കഴിയും. സാധിക്കും. 7 ദിവസം കൊണ്ടൊക്കെ ഹീലായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. 7 ദിവസം കൊണ്ടൊക്കെ പ്രഗ്നൻസി പീരീഡിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് പെൺകുട്ടി ഉണ്ടായിരുന്നു, ചെറിയൊരു മോള് 5 വയസ്സ്. ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? പക്ഷേ പ്രഗ്നന്റ് ലേഡീസിന് ഒരിക്കലും നമ്മൾ ഗ്രൂപ്പ് ഹീലിംഗ് കൊടുക്കരുത്. കാരണം എല്ലാവരുടെയും എനർജി ഡിഫറെന്റ് അല്ലേ. അപ്പൊ ഇവർക്ക് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സെപ്പറേറ്റ് ഹീലിംഗ് കൊടുക്കാം. ഈ ചില ആളുകൾ ഹീൽ ചെയ്യുന്ന സമയത്ത് വിറയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ആ എനർജി കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റൊരു പ്രശ്നമായിട്ട് മാറില്ലേ? അങ്ങനെ വിറയ്ക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഷിവറിംഗ് ഒന്നും നമുക്ക് റേക്കിയിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ ചെറിയൊരു തരിപ്പ്, ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ എപ്പോഴും റേക്കി ചെയ്യുമ്പോൾ ഒരു സൂത്തനിങ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. എപ്പോഴും നമുക്കൊരു ഓക്കെ എന്നൊരു മോഡിലേക്ക് നമ്മൾ മാറും. നമുക്ക് നന്നായിട്ട് ഉറക്കം വരും. നമ്മൾ ഹീൽ ആകുമ്പോഴാണ് നന്നായിട്ട് ഉറക്കത്തിലേക്ക് നമ്മൾ പോകും. പ്രഗ്നന്റ് ലേഡീസിന് കൊടുത്താൽ അവർ ഡീപ് സ്റ്റേറ്റിലോട്ട് പോവുകയും നമ്മൾ ഉറങ്ങുന്ന സമയത്തല്ലേ നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത്. നല്ലതാണ് ശരിക്കും പ്രഗ്നന്റ് ലേഡീസിന് ഹീലിംഗ് എടുക്കുന്നത്. അത് കുറച്ചുകൂടി അതുവരെ ഉണ്ടായിരുന്ന ട്രോമാസ് ഇതൊക്കെ നമുക്ക് റിലീസ് ചെയ്യാനും അവരെ കൂളാക്കി കാമാക്കി കൊണ്ടുവരാൻ പറ്റും. ഫീറ്റസിനും നല്ലതാണ്, ലേഡിക്കും നല്ലതാണ്. ശരി.